ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹസ്ബീസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു യമ്മി കേക്ക് റെസിപ്പിയുമായിട്ട്. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നല്ല ഡ്രസ് ലച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാനില സ്പഞ്ചാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഈ ഒരു ബൗൾ വിസ്ക് വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാല്, ഒരു ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാവേണ്ട, ഒരു നേരിയ ചൂട് മതി. അതും കൂടെ ചേർത്ത് നമുക്ക് ഇടവിട്ടിട്ട് മൈദ, പാല് എന്നതിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ലാസ്റ്റ് മൈദ വരുന്നതിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ വിസ്ക് ഒന്ന് മാറ്റിയിട്ട് സ്പാച്ചില വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 2 ബൗളിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഹൈറ്റുള്ള നല്ലൊരു പാനും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 6 ഇഞ്ചിൻ്റെ പാൻ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡ്രസ് ലച്ചസ് അധികം ഹൈറ്റ് ഇല്ലാതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഐസിങ് ചെയ്യാനാണ്, ഫുള്ളായിട്ട് ഐസിങ് ചെയ്യാനാണെങ്കിൽ 1 kgയുടെ 8 ഇഞ്ചിൻ്റെ ഒറ്റ പാനിൽ മാത്രമായിട്ട് ബേക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് മതിയാവട്ടെ. നമ്മൾ 2 പാത്രത്തിൽ ബേക്ക് ചെയ്യണോണ്ട്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചൂടൊക്കെ ആറി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഡ്രസ് ലച്ചസ് സെറ്റ് ചെയ്യൽ നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് നല്ല വലുതാണ്, 1 kgയുടെ ഒരു സൈസാണ്. അപ്പോൾ ഞാൻ ഇതിനേക്കാളും ചെറിയ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ബേക്കിങ്ങിൻ്റെ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കാണിക്കണുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കേക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത്, 3 മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡ്രസ് ലച്ചസ് എന്നുള്ള ആ പേര് വന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിൽക്ക് ഇതിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ഒഴിക്കുമല്ലോ, അതിന് പകരം ഇതിൽ 3 മിൽക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കുക. നമ്മളെ സ്പഞ്ച് നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. ഇനി നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാനുള്ള മിൽക്ക് എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗുഡ് ലൈഫിൻ്റെ ഈ ഒരു മിൽക്കാണ് കേട്ടോ. അതുപോലെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടൻസ് മിൽക്കുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു 3 മിൽക്ക് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. സോറി, 1/2 കപ്പാണ് കേട്ടോ. അതുപോലെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കാം.
ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിക്വിഡായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സെയിം 1/2 കപ്പ് തന്നെ നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്കൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. ഇനി അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ വിപ്പിംഗ് ക്രീം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെറ്റ് ചെയ്യാനുള്ള മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഈ ബോക്സ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് അതിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഫുള്ളായിട്ട് ഇറങ്ങും. അപ്പോൾ വീണ്ടും നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ. അങ്ങനെ ഈ ഒരു മിൽക്ക് നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് 10 മിനിറ്റ് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണേ. ഇപ്പോൾ നമ്മൾ മിൽക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്കത് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാക്കിയുള്ള മിൽക്ക് വെച്ചിട്ട് വീണ്ടും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിലും കുറച്ച് ഈ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ സെയിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ബോക്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് നമ്മളത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള മിൽക്ക് അതിലൊഴിച്ച് വെക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഡെക്കറേഷൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റാത്തൊരാൾക്കും ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റാറിൻ്റെ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റാർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ക്രീമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡെക്കറേഷനായിട്ട് ഞാനിവിടെ കുറച്ച് പിസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതുപോലെ പിസ്ത ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഡ്രൈ റോസ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈ റോസും ഇല്ല, നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറും ഇല്ല കേട്ടോ. വീട്ടിൽ റോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പെറ്റൽസ് ആണ് നമ്മളിതിൻ്റെ ഡെക്കറേഷനായിട്ട് കൊടുക്കുക. ഡ്രൈ റോസ് ഒന്നും അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു റിബൺ വെച്ചിട്ട് കെട്ടി കൊടുക്കാം. അതുപോലെ ഒരു വുഡൻ്റെ സ്പൂണും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള മിൽക്ക് ഇതുപോലെ ഒഴിച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അതുപോലെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.